പറഞ്ഞു വന്നത് ചില്ലറക്കാരനല്ല കപ്പിത്താൻ, ചില്ലറക്കാരനല്ല നായകൻ. അള്ളാഹുവിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ തർബിയത്തിന്റെ പരിലാളനയേറ്റ് ഇന്നും തങ്ങൾ ഉസ്താദ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മളൊന്നുമല്ല ഇത് നയിക്കുന്നത്, മഹാന്മാർ, പൂർവികർ, ശൈഖുനാ ശംസുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കൾ, അവരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് തങ്ങൾ ഉസ്താദ് പലവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? ആ കൂട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു നേതാവിനെ നമ്മുടെ അടിമകളിൽ നിന്ന് നാം യോഗ്യത നൽകിയ ആളുകൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ പറയാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. തങ്ങൾ ഉസ്താദാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. കൂടെ നിൽക്കണം, നിഷ്കളങ്കമായി നിഷ്കപടമായി കൂടെ നിൽക്കാൻ കഴിയണം. ചതിയുടെ ലാഞ്ചനകൾ, വഞ്ചനയുടെ ലാഞ്ചനങ്ങൾ എങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ബിദ്അത്ത് കടന്നു വരുന്നു. അവരുടെ ആശയങ്ങൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ, അവരുടെ ആഖ്യാനങ്ങളൊക്കെ പല കുതന്ത്രങ്ങളിലൂടെ ഉമ്മത്തിന്റെ ഗാത്രങ്ങളിലേക്ക് കടന്നു വരാൻ പലരും അതിന് വഴിവെട്ടിക്കൊടുക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ച് നേതൃത്വത്തെ പിന്നിൽ നിന്നെങ്ങാനും വഞ്ചിക്കുന്ന സ്വഭാവം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അള്ളാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും. വരാൻ പോകുന്ന ഉമ്മത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞു പോയ അഇമ്മത്തുകൾ, നമ്മുടെ ഉലമാക്കൾ, ഉമറാക്കൾ, കഷ്ടപ്പെട്ടു പോയ ബഹുമാനപ്പെട്ടവർ, അവർക്കൊക്കെ മറുപടി പറയാൻ, അവരോടൊക്കെ അനീതി കാണിച്ചതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. മലേഷ്യയിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെ അതിഥിയായി സ്വീകരിച്ച് ബഹുമാനപ്പെട്ടവരിങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഒരു കണ്ണുകടി. അപ്പൊ പറയാ, പ്രോഗ്രാമിന്റെ സമയമായപ്പോ ഗവൺമെന്റ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞതാണ് ലിമിറ്റ്. പിന്നെ സ്വാഭാവികമാണല്ലോ, നമ്മൾ സുന്നികൾക്കൊരു സ്വഭാവമുണ്ട്. അതെന്താ? നമ്മൾ സുന്നി ടൈം എന്നാ പറയാ. കൃത്യം 7 മണിക്ക് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുന്നു പറയാം, നമ്മൾ 8 മണിക്കേ വരൂ. അതാണ് സുന്നി ടൈം. അത് ഇതര സംസ്ഥാനങ്ങളിൽ, ഇതര രാജ്യങ്ങളിൽ പോയിട്ട് സുന്നി ടൈം അനുസരിച്ച് നിൽക്കാൻ കഴിയില്ല. സമയം വൈകി, സമയം കഴിഞ്ഞാൽ പിന്നെ പരിപാടി നിർത്തണം. അത് പ്രോട്ടോകോൾ ആണ്. അത് പാലിക്കുന്ന മാന്യമായ സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ് സമുദായത്തിന്റെ നേതൃത്വം, സമസ്ത. വളരെ മാന്യമായി തങ്ങളത് പാലിച്ചു. എന്നിട്ട് ഗവൺമെന്റിന്റെ അതിഥിയായി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ പ്രൊട്ടക്ഷനോടുകൂടെ തങ്ങൾ ഇങ്ങനെ രാജോചിതമായി മലേഷ്യയുടെ മണ്ണിലൂടെ സമസ്തയുടെ പ്രയാണം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് പറഞ്ഞു പരത്തി തങ്ങളുടെ പരിപാടിക്ക് വിലക്ക്. നാദാപുരത്തെ ഈ സംവാദത്തിൽ പങ്കെടുത്ത, അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചവരെയൊക്കെ ലാമ്പ് കള്ളന്മാർ എന്ന് അമുസ്ലിങ്ങൾക്കിടയിൽ പോലും ഒരു പേരുണ്ടായിരുന്നു. ലാമ്പ് കള്ളന്മാർ. അന്നേ അവർ കള്ളന്മാരാണ്. അള്ളാഹുവിന്റെ ദീനിനെ മാറ്റിമറിച്ചവർ. അത് ബഹുമാനപ്പെട്ട ഹാഷിയത്ത് സ്വാവിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ തേരോട്ടം നടന്നത് അതാണ്. നമ്മൾ കണ്ടിട്ടില്ലേ? നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. മഹദി ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ മഖ്ബറ, പഴയ കാലത്തെ മഖ്ബറ നോക്കിയാൽ വെള്ള പെയിന്റ് അടിച്ച് വളരെ മനോഹരമായ ഒരു കുബ്ബ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കൈക്കോടാലിയായി സാമ്രാജ്യത്വം വിലക്കെടുത്ത് ദീനിനെ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ നടത്തിയ തേരോട്ടങ്ങൾക്കിടയിൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹായുടെ മഖ്ബറ തകർത്തു കളഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട്. 1808 ബഹുമാനപ്പെട്ട സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജനിച്ച വീട് അവർ നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ തബറുക്കുണ്ട്. മുഅ്മിനീങ്ങൾ തബറുക്കെടുക്കും, ബറക്കത്തെടുക്കും. അത്രമേൽ, എന്തിനേറെ പറയണം, വിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലെ, മസ്ജിദുൻ നബവിയിലെ എത്രയെത്ര സ്വർണങ്ങൾ, എത്രയെത്ര സമ്പാദ്യങ്ങൾ അവർ കൊള്ളയടിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ കാഫിരീങ്ങളാക്കി കൊല ചെയ്തത് 1814 ഇതൊക്കെ ചരിത്രം സാക്ഷിയാണ്. ഇത്രമേൽ അസഹിഷ്ണുതയുള്ള ഒരു സ്വഭാവം ഉള്ള ആളുകൾ, സ്വാഭാവികമായും അവരെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. അപ്പോൾ അവസരം കിട്ടുന്ന വേളകളിലെല്ലാം അവർ സമസ്തയെ തല്ലാൻ, സമസ്തക്കൊരു കൊട്ടുകൊടുക്കാൻ അവർ സന്നദ്ധരാകും. അതിന് കിട്ടുന്ന വേദികളൊക്കെ അവർ ഉപയോഗപ്പെടുത്തും. അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മുസ്ലിം ഉമ്മത്ത് അത് മനസ്സിലാക്കി തരുന്ന സാഹചര്യം ഉണ്ടാകും എന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അത് മനസ്സിലാക്കണം. ദീനിനെ തകർത്തുകൊണ്ടുള്ള ഒരു കളിക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിൽക്കൂല. കാരണം അതിന്റെ നേതാക്കൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നിലക്ക് അല്ലാഹുവിന്റെ ദീനിനെ സംരക്ഷിച്ചു പോരുന്നത്. ഇന്നത്തെ നേതാക്കളും ഒരുപാട് സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, മലേഷ്യയിൽ 100ാം വാർഷിക പ്രചാരണത്തിന്റെ ഭാഗമായി സയ്യിദുൽ ഉലമയും പരിവാരങ്ങളും യാത്ര നടത്തുകയാണ്. ആ വന്യ വയോധികൻ എത്ര പ്രായമുണ്ട്, ഓപ്പറേഷൻ എത്ര കഴിഞ്ഞിട്ടുണ്ട്, ഹാർട്ടിന്റെ ബ്ലോക്ക് എത്ര കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ടും ഉമ്മത്തിന് വേണ്ടി വേദികളിൽ നിന്ന് വേദികളിലേക്ക് പോയി സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുമ്പോ മലേഷ്യയിൽ ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റിന്റെ അതിഥിയായി സ്വീകരിച്ച് ബഹുമാനപ്പെട്ടവരിങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഒരു കണ്ണുകടി. അപ്പൊ പറയാ, പ്രോഗ്രാമിന്റെ സമയമായപ്പോ ഗവൺമെന്റ് അവസാനിപ്പിക്കാൻ പറഞ്ഞു. നേരത്തെ പറഞ്ഞതാണ് ലിമിറ്റ്.
പിന്നെ സ്വാഭാവികമാണല്ലോ, നമ്മൾ സുന്നികൾക്കൊരു സ്വഭാവമുണ്ട്. അതെന്താ? നമ്മൾ സുന്നി ടൈം എന്നാ പറയാ. കൃത്യം 7 മണിക്ക് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുന്നു പറയാം, നമ്മൾ 8 മണിക്കേ വരും. അതാണ് സുന്നി ടൈം. അത് ഇതര സംസ്ഥാനങ്ങളിൽ, ഇതര രാജ്യങ്ങളിൽ പോയിട്ട് സുന്നി ടൈം അനുസരിച്ച് നിൽക്കാൻ കഴിയില്ല. സമയം വൈകി, സമയം കഴിഞ്ഞാൽ പിന്നെ പരിപാടി നിർത്തണം. അത് പ്രോട്ടോകോൾ ആണ്. അത് പാലിക്കുന്ന മാന്യമായ സ്വഭാവം വെച്ച് പുലർത്തുന്നവരാണ് സമുദായത്തിന്റെ നേതൃത്വം, സമസ്ത. വളരെ മാന്യമായി തങ്ങളത് പാലിച്ചു. എന്നിട്ട് ഗവൺമെന്റിന്റെ അതിഥിയായി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ പ്രൊട്ടക്ഷനോടുകൂടെ തങ്ങൾ ഇങ്ങനെ രാജോചിതമായി മലേഷ്യയുടെ മണ്ണിലൂടെ സമസ്തയുടെ പ്രയാണം ഇങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് പറഞ്ഞു പരത്തി തങ്ങളുടെ പരിപാടിക്ക് വിലക്ക്. സമസ്തയുടെ അധ്യക്ഷന്റെ പരിപാടി വെട്ടിക്കുറച്ചു. ജിഫ്രി തങ്ങൾ നാട്ടിലേക്ക് എന്തെല്ലാം പ്രചരിക്കുന്നു. ഈ പ്രായമേറിയ ഈ സമയത്തും തങ്ങൾ ഉസ്താദ് ത്യാഗം, അള്ളാഹുവേ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ തണൽ ഞങ്ങൾക്ക് ദീർഘകാലം ഇവിടെ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. നമ്മൾ ദുആ ചെയ്യണം. നമ്മുടെ പണി അതാ. അവർക്കൊക്കെ ഹിമ്മത്തിന് വേണ്ടി, ഉമ്മത്തിന് നേതൃത്വം നൽകാനുള്ള ആർജവത്തിന് വേണ്ടി ദുആ ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത്, സമയം കിട്ടുമ്പോഴൊക്കെ ബിദഅകൾ സമസ്തക്കിട്ട് കൂട്ടും. നമ്മളത് മനസ്സിലാക്കി പണിയെടുക്കണം. കാരണം അവരുടെ വിദണ്ഡവാദങ്ങളെ പൊളിച്ചെഴുതി ഈമാനിന് കാവൽ നിന്നത് സമസ്തയാണ്. ഒരു ഉദാഹരണമാണ് 1933 പറഞ്ഞത്. ഒരു ഉദാഹരണം കൂടെ പറയുന്നു. 1983 കൊട്ടപ്പുറം സംവാദം നടക്കുന്നത്. ഞാനത് പറയാനുള്ള ഒരു കാരണമുണ്ട്. സംവാദങ്ങളെ കുറിച്ച് ഇങ്ങനെ പെരുപ്പിച്ച് പറയാനല്ല. 1983 കൊട്ടപ്പുറം സംവാദം നടക്കുമ്പോ ഈ ഉമ്മത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ കോർട്ടിൽ നിന്നുകൊണ്ട് ഫോർവേഡായി സ്ട്രൈക്ക് ചെയ്യാൻ മുൻപിൽ നിന്നിരുന്ന ഒരു കുറിയ മനുഷ്യനുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മർഹൂം നാട്ടിക മൂസ മൗലവി. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വർഗീയമായ ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. ഉസ്താദ് വഫാത്തായി പോയതിന്റെ തൊട്ട് പിറകിൽ നടന്ന സംവാദമാണ്. അപ്പൊ ബിദഅകൾക്കൊക്കെ ഒരു ധാരണ, ഓ സുന്നികളെല്ലാവരും ക്ഷയിച്ചു, അവരുടെ ആത്മവീര്യം നഷ്ടപ്പെട്ടു, അവരുടെ സ്ട്രൈക്കർ തകർന്നു പോയല്ലോ, ഇനി ആരാണ് അവരുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് പ്രതിരോധം തീർക്കാൻ? ആരുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വലിയ ആത്മവിശ്വാസത്തോടു കൂടെയാണ് സുന്നികളുടെ ഇടയിലേക്ക് സംവാദത്തിന് വേണ്ടി ബിദഅകൾ കടന്നു വന്നത്. 1983 കൊട്ടപ്പുറത്ത് വെച്ച് നടന്നു സംവാദം. എന്തേ അവിടെ സംഭവിച്ചു? ഒരുപാട് വാദങ്ങൾ നിരത്തിയല്ലോ. നാട്ടിക ഉസ്താദ് പോയി എന്ന് കണ്ടപ്പോ ഇവര് വിചാരിച്ചു ഇനി സമസ്തയെ പെട്ടെന്ന് തകർത്ത് തരിപ്പണമാക്കി ഇങ്ങനെ 8 മടക്കാക്കി പോക്കറ്റിലിട്ട് കൊടുത്തിട്ട് പോകാന്ന്. പ്രിയപ്പെട്ടവരെ, ആ ഓതി വെച്ച ആയത്ത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. സമസ്തക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏതേതു കാലഘട്ടങ്ങളിൽ ഏതേതു സ്ഥാനത്ത് നിന്ന് അർഹരായ ആളുകൾ വടിനീങ്ങിപ്പോയോ അവിടേക്ക് യോഗ്യരായ ആളുകളെ അല്ലാഹു തആല ബദൽ കൊണ്ടുവന്ന സമസ്തയുടെ ഈ പ്രസ്ഥാനമുണ്ടല്ലോ, അവിടെ നാട്ടിക ഉസ്താദിന് പകരം നാട്ടിക ഉസ്താദ് എന്ന് പറയുന്ന ഒരു നക്ഷത്രം ഒരു ഭാഗത്ത് അസ്തമിച്ചു പോയപ്പോ 1983 കൊട്ടപ്പുറം സംവാദത്തിലൂടെ മറ്റൊരു താരോദയത്തെ സുന്നി സമൂഹം കണ്ടു. ആ മനുഷ്യനെ നമ്മൾ വിളിച്ച പേരാണ് കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ. അള്ളാഹു അദ്ദേഹത്തിന്റെ സ്വർഗീയമായ പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. കല്ലൂർ ഉസ്താദിനെ അറിയുന്നവരറിയും. ഇപ്പോഴും അദ്ദേഹത്തിന്റെ സംഭാഷണങ്ങൾ, ബിദഅകളുമായി നടന്ന ഖണ്ഡന മണ്ഡനങ്ങൾ, സംവാദങ്ങൾ യൂട്യൂബിലൊക്കെ ലഭ്യമാണ്. നോക്കിയാൽ കാണാം. ആരാ കല്ലൂർ ഉസ്താദ്? ആരാ? അതും കൂടെ ഒന്ന് മനസ്സിലാക്കുമ്പോ സമസ്തയുടെ ആദർശ ഭദ്രത എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരു ദിവസം ബഹുമാനപ്പെട്ട കല്ലൂർ ഉസ്താദ് അന്ന് ജീവിച്ചിരുന്ന ആത്മീയ ഗുരുക്കന്മാരുടെ കൂട്ടത്തിൽ എണ്ണം പറഞ്ഞ ഒരാൾ ബഹുമാനപ്പെട്ട കണ്യാല മൗല ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖ് അവർകളെ കാണാൻ വേണ്ടി പോയി. ഹയാത്ത് കാലം കാണാൻ വേണ്ടി പോയപ്പോ സലാം പറഞ്ഞ് സലാം അടക്കിയപ്പോ കണ്യാല മൗല കല്ലൂർ ഉസ്താദിനോട് ചോദിച്ചു, അല്ല കല്ലൂരൂരെ, ഇപ്പൊ ബദരീങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കാണാൻ തുടങ്ങിയോ? ബദരീങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കാണാൻ തുടങ്ങിയോ? കല്ലൂർ ഉസ്താദ് ഒന്ന് സ്തബ്ധനായി. എന്താ ഈ ചോദ്യം? ബദരീങ്ങൾ ഇങ്ങോട്ട് വന്ന് കാണേ? പറഞ്ഞതാരാ? കണ്യാല മൗല. അപ്പോഴാണ് കത്തിയത്. ബദരീങ്ങളെ കാണാനുള്ള റിയാദ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലം, കിടന്നുറങ്ങുന്ന നേരത്ത് വാതിലിൽ വന്ന് മുട്ടി. വാതിൽ തുറന്നപ്പോ കുറെ ശുഭ്രവസ്ത്രധാരികൾ. ആരാ ചോദിച്ചു? ആരാ? അപ്പൊ വന്നവർ ചോദിച്ചു, ആരാന്ന് മനസ്സിലായില്ലേ? ഇല്ലല്ലോ, മനസ്സിലായിട്ടില്ലല്ലോ. മനസ്സിലായിട്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്നാ ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞൊരു സമൂഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആരാന്നൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. പിന്നെ നേരിട്ട് കാണാൻ പോയപ്പോഴാണ് കണ്യാല മൗല പറഞ്ഞു കൊടുക്കുന്നത് ബദരീങ്ങളാണ് വന്നത്. പറഞ്ഞു വന്നത്
ബഹുമാനപ്പെട്ട നേതാക്കൾ, ബദരീങ്ങളുമായി നേരിട്ട് ബന്ധം പുലർത്തിയിരുന്ന നേതാക്കൾ, അത്രമേൽ അള്ളാഹുവിന്റെ പക്കൽ വലിയ സ്വീകാര്യതയുള്ള നേതാക്കൾ നേതൃത്വം നൽകി പോന്ന പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിന് നേതൃത്വം നൽകി പോന്ന മഹാത്മാക്കളെ കുറിച്ചൊക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചും ഷെയ്ഖുന ശംസുൽ ഉലമയെ കുറിച്ചും ഒക്കെ വളവണ്ണ ഉസ്താദ് ഇവിടെ പറയാനിരിക്കുന്നു. ഒന്നുകൂടെ വിഷയത്തെ ചുരുക്കി പറഞ്ഞാൽ, ഓരോ കാലഘട്ടത്തിലും അനുയോജ്യരായ നേതൃത്വത്തെ അല്ലാഹു തആല നൽകി. അവർ ഈ വിശുദ്ധമായ പ്രസ്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകി. വളരെ മനോഹരമായ നിലക്ക് തലമുറകളിലേക്ക് ഈ സന്ദേശം കൈമാറുന്നതിന് വേണ്ട പണികളെല്ലാം അവർ അരങ്ങത്തെടുത്തു. അണിയറയിൽ കാര്യമായി അവർ പ്രവർത്തിച്ചു. ആ കൂട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട CH ഹൈദ്രൂസ് മുസ്ലിയാർ. അള്ളാഹുരുടെ സ്വർഗീയമായ പദവികൾ ഉയർത്തി കൊടുക്കട്ടെ. സഞ്ചരിക്കുന്ന ഒരു ദാഇയായി ഈ കേരളത്തിന്റെ അകത്തു മാത്രമല്ല പുറത്തും. അങ്ങനെ പറയാൻ കാരണം, ഞാൻ ഒരു തമിഴ്നാട്ടുകാരനും നീലഗിരി ജില്ലക്കാരനുമാണ്. എന്റെ നാട്ടിലേക്ക് അടക്കം കാൽനടയായും കിട്ടിയ വാഹനങ്ങൾ കയറിയുമൊക്കെ ബഹുമാനപ്പെട്ടവർ കയറി വരുന്ന രംഗമുണ്ട്. ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ കടന്നു ചെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച മഹാൻ, ആ മഹാൻ ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് കയറി വന്നതിന്റെ സ്മാരകം നാടുകാണി എന്ന് പറയുന്ന ചുരം മലപ്പുറം ജില്ലയോട് അതിര് പങ്കിടുന്നു. ഈ കാലത്ത് പോലും, പകൽ സമയങ്ങളിൽ പോലും ആനയിറങ്ങുന്ന റോഡ്, അവിടെ കുറച്ചുകൂടെ വനം പ്രദേശമായിരുന്ന കാലത്താണ് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് കയറി വരുന്നത്. എന്തിനു വേണ്ടിയാണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് സംരക്ഷണം ഉണ്ടാവണം. അതിന് തലമുറകളിലേക്ക് ഇതിന്റെ സന്ദേശം എത്തിക്കണം. അതിന് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന മദ്രസകൾ ഉണ്ടാവണം. ആ ചിട്ടയനുസരിച്ച് പോകുന്ന പള്ളികൾ ഉണ്ടാവണം, ഉലമാക്കൾ ഉണ്ടാവണം, ഉമറാക്കൾ ഉണ്ടാവണം. എല്ലാവരെയും സംയോജിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ടവർ നടന്നു. ഗൂഡല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്തെ പള്ളിയുടെ താഴ്വരയിൽ വന്ന് ഒരുപാട് ആളുകളെ വിളിച്ചുകൂട്ടി, ഉലമാക്കളെ ഉമറാക്കളെ വിളിച്ചുകൂട്ടി പള്ളികളും മദ്രസകളും ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള വലിയ താല്പര്യം ജനിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ നടത്തിയ തേരോട്ടം, ആ പോയി അള്ളാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ച് എപ്പോഴെങ്കിലൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ വീട്ടിലേക്ക് വരുന്ന പ്രകൃതം. ഒരു ദിവസം അദ്ദേഹം വീട്ടിലേക്ക് വരുന്ന രംഗം നമുക്ക് താരീഖിൽ കാണാം. വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്ന് വീട്ടിലേക്ക് കയറുന്നതിന്റെ മുമ്പ് തന്റെ അയൽപ്പക്കത്ത് പോയി അദ്ദേഹം വാതിലിൽ മുട്ടുന്നുണ്ട്. അയൽപ്പക്കത്ത് പോയി വാതിലിൽ മുട്ടിയപ്പോ വാതിൽ തുറന്നു. ആ വീട്ടുകാരൻ സലാം പറഞ്ഞു. ഉസ്താദ് അവർ രണ്ടുപേരും സലാം പറഞ്ഞ് സലാം അടക്കി. എന്താ ഉസ്താദ് ഈ രാത്രിയിൽ? ഉസ്താദ് അങ്ങനെയാണ്, പകലിൽ പോയിട്ടുണ്ടാകും, ദിവസങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ദീനിന് വേണ്ടി, സമസ്തക്ക് വേണ്ടി, അതിനുവേണ്ടി പ്രവർത്തിച്ച് എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിലേക്ക് കയറി വരും. ക്ഷീണിതനാണ്, പ്രായമേറിയിട്ടുണ്ട്. ഉസ്താദ് കടന്നു വന്നു. എന്തേ ഉസ്താദ് ഈ രാത്രിയിൽ എന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, മോനെ, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 5 രൂപ കടം അത് ഞാൻ നിനക്ക് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണ്, കടം വീട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഈ വീട്ടുകാരൻ പറഞ്ഞു, ഉസ്താദ് എന്തിനാണ് ഇപ്പൊ ഈ പാതിരാത്രി സമയത്ത് അത് തരാൻ വേണ്ടി വന്നത്? നേരം വെളുത്തിട്ടൊക്കെ തന്നാ പോരെ? ബഹുമാനപ്പെട്ട CH ഉസ്താദ് പറഞ്ഞു, മോനെ, നാളെ നേരം വെളുത്താൽ ഞാൻ ഉണ്ടാകുമെന്ന് എന്തുറപ്പാണടാ ഉള്ളത്? ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയതല്ലേ, ഇത് തിരിച്ചു തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ എന്ന് പറഞ്ഞ് ആ 5 രൂപ കടം വീട്ടി ഉസ്താദ് സലാം പറഞ്ഞ് വീട്ടിലേക്ക് പോയി. വാതിൽ മുട്ടി, വാതിൽ തുറന്നു. ഭാര്യ വന്നു, സലാം പറഞ്ഞു. അവരുടെ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട CH ഉസ്താദ് ഭാര്യയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, ഒരാഗ്രഹമുണ്ട്. എന്താ നിങ്ങൾക്ക് ഈ രാത്രിയിൽ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു, മധുരമുള്ള ഒരു പായസം കുടിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. മനുഷ്യന്റെ കലശലായ പൂതി. ഭാര്യ പറയുന്നുണ്ടത്രേ, ഇങ്ങനെ ഒരു ചിട്ടയില്ലാത്ത ഭക്ഷണക്രമം, ചിട്ടയില്ലാത്ത യാത്രകൾ, അലഞ്ഞു തിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴെങ്കിലും ഒരു ക്രമം വേണ്ടേ? ഷുഗർ, പ്രഷർ ഇത്യാദി രോഗങ്ങൾ
നിയന്ത്രണം വേണ്ടേ? മധുരമുള്ള പായസമൊക്കെ കുടിക്കാൻ പറ്റുമോ? അപ്പൊ നിർബന്ധം പറഞ്ഞു, ശാഠ്യം പറഞ്ഞു. ചില വിഷയങ്ങളിലൊക്കെ വലിയ കർക്കശ സ്വഭാവക്കാരാണ് CH ഉസ്താദ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം ഇങ്ങനെ കാണാം. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം മകളുടെ വീട്ടിലേക്ക് പോയി. കാണാൻ വേണ്ടി പോകുന്ന നേരത്ത് ഭാര്യ കൂടെ വരട്ടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വേണ്ട, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. CH ഉസ്താദ് പോയി. പിന്നെ തിരിച്ചു വന്നപ്പോ ഭാര്യ ഓടി വന്നിട്ട് മകളുടെ വിശേഷം ചോദിച്ചു. പുതിയ വീടാണല്ലോ, അപരിചിതരാണല്ലോ, പുതിയ കുടുംബമാണല്ലോ, എന്താ മോളുടെ വിശേഷം? അപ്പൊ CH ഉസ്താദ് പറഞ്ഞു, ഞാൻ ആ തൊടിയിലൂടെ ഒക്കെ ഇങ്ങനെ നടന്നു നോക്കി. ആ പറമ്പിലൂടെ നടന്നപ്പോ കുട്ടികൾ കുളിക്കുന്ന മറപ്പുര കണ്ടു. മറപ്പുരയിൽ പഴയ ഓലമേഞ്ഞ് കെട്ടിയ മറപ്പുര, അതിൽ നിന്ന് ചില ഭാഗങ്ങളൊക്കെ അടർന്നു പോയിട്ടുണ്ട്. ഞാൻ ആ പറമ്പിലൂടെ ഇങ്ങനെ നടന്നിട്ട് തെങ്ങിൽ നിന്ന് വീണ മട്ടല് കൊണ്ടുവന്നിട്ട് ആ ദ്വാരങ്ങളൊക്കെ അടച്ചു കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, ഞാൻ കുട്ടികളുടെ വീട്ടിലെ ടോയ്ലറ്റിനെ കുറിച്ചും ബാത്റൂമിനെ കുറിച്ചും ഒന്നും അല്ലല്ലോ നിങ്ങളുടെ വിശേഷം ചോദിച്ചത്, മകളെ വിശേഷം പറയാനാണല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ അവളെ കണ്ടപ്പോ ഞാൻ അവളോട് ചോദിച്ചു, മോളെ ഇന്നലെ രാത്രി കല്യാണം കഴിഞ്ഞ മധുവിധുവിന്റെ ഫസ്റ്റ് നൈറ്റ്, ആദ്യത്തെ രാത്രി, അന്നത്തെ ദിവസം ഹദ്ദാദ് ഓതിയോ എന്ന് ചോദിച്ചു. ഹദ്ദാദ് ഓതിയോ? ഇത് കേട്ടപ്പോ അന്നത്തെ ആ രാത്രിയിലെ ഫറളിനെ കുറിച്ചല്ല ചോദിച്ചത്. നന്നായി മനസ്സിലാക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എങ്ങനെ സുശക്തമായി മുൻപോട്ട് പോകുന്നു. മഹാന്മാർ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ചിട്ടകളുണ്ട്. അതിൽ പെട്ടതാണല്ലോ ഒന്ന് ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്യുക. ഇതിനൊക്കെ അടിസ്ഥാനം എന്താണ് എന്ന് ചോദിച്ചത് പൊളിക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കാനാണ്. ഇത്തരം സമ്പ്രദായങ്ങളും ചിട്ടകളും ഒക്കെ പുലർത്തിപ്പോരുന്നത് കൊണ്ടാണ് നമ്മൾ പതറാതെ പിടിച്ചു നിൽക്കുന്നത്. എന്റെ ആദരണീയരായ സയ്യിദുൽ ഉമ്മ ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അള്ളാഹു സ്വർഗീയമായ പദവി ഉയർത്തി കൊടുക്കട്ടെ. മാസം തോറും നമ്മളോട് മജ്‌ലിസ് നൂർ പാരായണം ചെയ്യാൻ പറഞ്ഞത് എന്താ? ബദരീങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പൊ നമ്മളെ തകർക്കാൻ കഴിയില്ല. ഇത് പൊളിക്കലാണ് ബിദ്അകളുടെ ലക്ഷ്യം. അതിന് പ്രതിരോധം തീർക്കാനാണ് CH ഉസ്താദ് രാപ്പകലുകൾ കഷ്ടപ്പെട്ട് നടന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇന്നലെ മകളോട് ഹദ്ദാദ് ഓതിയോ എന്ന് ചോദിച്ചപ്പോ ഇന്നലത്തെ തിരക്കിൽ ഓതാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഹദ്ദാദ് ഓതാത്ത മകളോട് എന്ത് കുശലം ചോദിക്കാനാണ്, എന്ത് വിശേഷം ചോദിക്കാനാണ്, ഞാൻ ഇങ്ങ് തിരിച്ചു പോന്നു എന്ന് പറഞ്ഞു ഒരു വാപ്പ. ആ വാപ്പയുടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനോടുള്ള ആ ദൃഢമായ ബന്ധം നമ്മളത് മനസ്സിലാക്കണം. ആ ഉസ്താദാണ് പായസം വേണമെന്ന് നിർബന്ധം പറയുന്നത്. ആ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ പായസം ഉണ്ടാക്കി കൊടുത്തു. ആ പായസം കുടിച്ചതിന്റെ ശേഷം കിടക്കാൻ പോകുന്നു. കിടക്കുന്ന നേരത്ത് കൈ പിടിച്ചിട്ട് പറയുന്നു, ഞാൻ എങ്ങാനും ഇന്നത്തെ രാത്രിയിൽ മരണപ്പെട്ടു പോയാൽ, CH ഉസ്താദ് പറയാണ്, ഞാൻ എങ്ങാനും ഇന്നത്തെ രാത്രി മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്തിന്റെ ചാരത്തിരിക്കുന്ന ആദ്യത്തെയാൾ നീയായിരിക്കുമല്ലോ. പ്രാഥമികമായി എന്തൊക്കെ കർമ്മങ്ങളാണ് ഒരു ജനാസയെ പരിപാലിക്കേണ്ടത് എന്ന് നിനക്കറിയോ? അപ്പൊ പറഞ്ഞു, ഈ കിടക്കാൻ നേരത്താണ് ഇപ്പൊ നിങ്ങൾക്ക് മരണത്തെ കുറിച്ച് പറയാനുള്ളത് ഇല്ലേ? കുറെ ദിവസങ്ങൾക്ക് ശേഷം ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ കിടക്കാൻ നേരത്ത് പറയുന്ന വർത്താനതാണ്. അങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ഇല്ല, അങ്ങനെയല്ല, മരണപ്പെട്ടു കഴിഞ്ഞാൽ പ്രാഥമികമായി ചെയ്യേണ്ട കർമ്മങ്ങൾ ഇങ്ങനെയാണ് ഓരോന്നോരോന്ന് പറഞ്ഞു കൊടുത്തു. അന്ന് കിടന്നുറങ്ങി. ബഹുമാനപ്പെട്ട CH ഹൈദറൂസ് മുസ്ലിയാരുടെ ദിവസം അവസാനിക്കുന്നത് നമ്മൾ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. ആരാണ് ബഹുമാനപ്പെട്ട CH ഹൈദറൂസ് മുസ്ലിയാരോട് പറഞ്ഞു കൊടുത്തത്? ഉസ്താദേ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ അവസാനത്തെ ദിവസമാണ്. വീട്ടാനുള്ള കടം വീട്ടിക്കോളൂ. അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സാധിപ്പിച്ചോളൂ. മരണാനന്തര കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള പ്രാഥമിക കർമ്മങ്ങൾ പ്രിയതമക്ക് പറഞ്ഞു കൊടുത്തോളൂ എന്ന് ആരാണ് കാലേക്കൂട്ടി ബഹുമാനപ്പെട്ട CH ഹൈദറൂസ് മുസ്ലിയാർക്ക് പറഞ്ഞു കൊടുത്തത്? ആ ചോദ്യത്തിന്റെ ഉത്തരം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിച്ഛേദമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട് പണിയെടുത്തപ്പോ, ലൗലാ അന്ന ശയാതീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദമ ലനദറു ഇലാ മലകൂതി സമാ. ബഹുമാനപ്പെട്ട അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ്. അല്ലാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, പിശാചിന് ഹൃദയം സ്പർശിക്കാനോ ഗ്രസിക്കാനോ കഴിയാത്ത ചിലർ. അവരിങ്ങനെ ആകാശത്തേക്ക് നോക്കിയാൽ അള്ളാഹുവിന്റെ ലൗഹിൽ മഹ്ഫൂദ് നോക്കിയിട്ട് വായിക്കാൻ കഴിയുന്ന മഹത്തുക്കൾ എന്ന് പറഞ്ഞവരുടെ കൂട്ടത്തിലാണ് എന്ന് മരണം കൊണ്ട് അടയാളപ്പെടുത്തി മറഞ്ഞു പോയ ബഹുമാനപ്പെട്ട CH ഹൈദറൂസ് മുസ്ലിയാർ ചെയ്ത പ്രവർത്തനം എന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ
ഏറ്റവും വലിയ പരിച്ഛേദം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനുവേണ്ടി പണിയെടുത്തു. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ചിട്ടഘട്ടങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി പണിയെടുത്തു. അതുകൊണ്ട് കിട്ടിയ ഗുണമെന്താ? മരണം പോലും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ഒരുങ്ങി മരണപ്പെടാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി. ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓരോ നേതാക്കളെയും അതാത് കാലഘട്ടങ്ങളിലുള്ളവരെ പഠിച്ചു നോക്കൂ. എന്തിനേറെ പറയണം, നമ്മുടെയൊക്കെ നാടുകളിൽ വളരെ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചു പോയ പൂർവികരെ എടുത്തു നോക്കൂ. അവർ നാടന്മാരാകട്ടെ, ഉമറാക്കളിൽപ്പെട്ടവരാവട്ടെ, സാധാരണ ഒരു മദ്രസ മുഅല്ലിം പോലും ആവട്ടെ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനാവട്ടെ, അവരുടെയൊക്കെ മരണം പോലും വലിയ അംഗീകാരം ജനഹൃദയങ്ങളിൽ അല്ലാഹു തആല നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മരണപ്പെട്ടു പോകാനുണ്ടായ കാരണം ഈ വിശുദ്ധമായ സന്ദേശ കൈമാറ്റത്തിൽ അവർ ഭാഗവാക്കായി എന്നതുകൊണ്ടാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുനാ വളവണ്ണ ഉസ്താദിന്റെ കൂടെയൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അംഗമായി നമുക്ക് നേതൃത്വം നൽകി പോയ ബഹുമാനപ്പെട്ട മലപ്പുറത്തെ കുഞ്ഞാണി മുസ്ലിയാർ, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കുഞ്ഞാണി ഉസ്താദ് മുഹറം മാസം 17-നാണ് വഫാത്താകുന്നത്. ഇക്കഴിഞ്ഞ മുഹറം 17-ന് അദ്ദേഹത്തിന്റെ 1ാമത്തെ ആണ്ട് കഴിഞ്ഞു. മരണം കഴിഞ്ഞപ്പോ വീടിലെ അദ്ദേഹത്തിന്റെ റൂം വൃത്തിയാക്കുന്ന നേരം, വസ്ത്രങ്ങളൊക്കെ അലക്കി വൃത്തിയാക്കി പുസ്തകങ്ങളും കിതാബുകളും ഒക്കെ അടുക്കിപ്പെറുക്കി വെക്കുന്ന നേരം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു ഡയറി വീട്ടുകാർക്ക് കണ്ടുകിട്ടി. ആ ഡയറി ഇങ്ങനെ മറിച്ചു നോക്കുകയാണ്. വാപ്പ എന്തൊക്കെയാണ് കുറിച്ചു വെച്ചിട്ടുള്ളത് അറിയണമല്ലോ. അവരിങ്ങനെ എടുത്തു നോക്കിയപ്പോ ഡയറിയിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു 4-5 പോയിന്റുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. വളരെ മനോഹരമായ അറബിയിൽ എഴുതി വച്ചിരിക്കുന്നു. അവരിങ്ങനെ നോക്കി അത് വായിച്ചു. അതിലെഴുതിയിട്ടുണ്ട്, ഞാൻ ആദ്യമായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത്. നന്നായി ശ്രദ്ധിക്കണം. ജീവിതകാലത്ത് ഒരാളോടും പറയാതെ രഹസ്യമാക്കി വെച്ച് വേണമെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകരുടെ പേരിലുള്ള ഈ ഒരു വസ്തുത പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ കച്ചവടച്ചരക്കാക്കി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ആരോടും പറയാതെ ഹൃദയത്തിൽ ഒരു നിധിയായി സൂക്ഷിച്ച് തന്റെ ഡയറിയിൽ മാത്രം രേഖപ്പെടുത്തിയത് മരണാനന്തരം കണ്ടുകിട്ടിയപ്പോ അതിലെഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ആദ്യമായി ഞാൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് വെല്ലൂർ ബാഖിയാത്തുസ് സാലിഹാത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്താണ്. ആരാ കണ്ടത്? നമുക്ക് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗമായ മലപ്പുറം ജില്ലക്കാരനായ കുഞ്ഞാണി മുസ്ലിയാർ. കഴിഞ്ഞ മുഹറം 17-നാണ് 1ാമത്തെ ആണ്ട് പൂർത്തിയായത്. കഴിഞ്ഞില്ല, വീണ്ടും 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 നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട്. പറയുന്നുണ്ട്, തങ്ങളെ കണ്ടപ്പോ തങ്ങളെ ഞാൻ ആലിംഗനം ചെയ്തു. ആലിംഗനം ചെയ്തപ്പോ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്തോ ഒരു സൗരഭ്യമാണ് ഇങ്ങനെ അടിച്ചു വീശിയത്. എനിക്ക് മതി വരുന്നതിന്റെ മുമ്പേ തങ്ങൾ ഇങ്ങനെ പോയി. മറ്റൊരു ഭാഗത്ത് കാണാം, എന്നെ കണ്ടപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഹൃദയത്തെ ഒന്നുകൂടെ ശുദ്ധീകരിക്കണം. അള്ളാഹുവിന്റെ കാര്യത്തിൽ തഖ്വ കൊണ്ട് എന്നോട് വസിയത്ത് ചെയ്തു. അവസാനം കണ്ട സമയത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തങ്ങൾ എന്റെ മുൻപിലേക്ക് അവിടുത്തെ തിരുകരം ഇങ്ങനെ നീട്ടിപ്പിടിച്ചു തന്നു. ഞാൻ ആ കരം ഗ്രഹിച്ചു, കരം ചുംബിച്ചു. എനിക്ക് മതി വന്നില്ല. അപ്പോഴേക്ക് തങ്ങൾ അവിടുത്തെ കൈ വലിച്ചു. അകലേക്ക് അങ്ങനെ മാഞ്ഞു പോയി. ആര്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം നിങ്ങൾ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയെന്നവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനം മാ അന അലൈഹി വ അസ്ഹാബി, ഞാൻ നടന്ന വഴി, ആ വഴി ഏതാണ് എന്ന് നമുക്കിടയിൽ ജീവിച്ചു മരണപ്പെട്ടു പോയ മഹാനായ ഉസ്താദ് അങ്ങനെ ഒരു ബന്ധം സ്ഥാപിച്ചു പോകുമ്പോ ഈ ആദർശ വിശുദ്ധി വേറെ എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് തേടാനുള്ളത്? നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ നമ്മൾ ഇവിടെ പറഞ്ഞു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നേതൃത്വം നൽകുന്ന സമസ്തയുടെ ഉലമാക്കൾ, ഉമറാക്കൾ നിഷ്കളങ്കമായി നിഷ്കപടമായി ഈ ഒരു പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കുന്നവർ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കരിഞ്ചോല ദുരന്തം കോഴിക്കോട് ജില്ലയിൽ നടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഒരു മലമ്പ്രദേശം ഒന്നാകെ അടിയിലേക്ക് ഇങ്ങനെ ഊർന്നിറങ്ങിപ്പോയ ഒരു സാഹചര്യം. കരിഞ്ചോല ദുരന്തത്തിന്റെ ദൃക്സാക്ഷികൾ എഴുതി വെച്ചത് ഇന്നും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഒരുപാട് സന്നാഹങ്ങൾ, ഒരുപാട് സേവകർ വന്ന് മണ്ണിന്റെ അടിയിൽ ചേറിൽ പൊതിഞ്ഞു പോയ ആളുകളുടെ മൃതശരീരങ്ങൾ വാരിയെടുക്കുന്നതിന് വേണ്ടി, സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റ രാത്രി വെളുത്തപ്പോഴേക്ക് ഒരുപാട് കുടുംബങ്ങൾ മണ്ണിന്റെ അടിയിൽ പുതഞ്ഞു പോയ ഘട്ടം. ഒരുപാട് നേതാക്കൾ അങ്ങോട്ട് കയറി വന്നു. രാഷ്ട്രീയ പ്രവർത്തകന്മാർ, ഉലമാക്കൾ, ഉമറാക്കൾ, സാമൂഹിക സേവകർ, ഗവൺമെന്റ് ഒഫീഷ്യൽസ് പലരും കടന്നു വന്നു.
ആ കൂട്ടത്തിലേക്ക് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഒരു സംഘവും അങ്ങോട്ട് കയറി വന്നു. കയറി വന്നപ്പോ കുറച്ചാളുകൾ പറഞ്ഞു, തങ്ങളെ, അവരുടെ സങ്കടമാണ്, വീട്ടുകാർ പലരും കാണാതായിട്ടുണ്ട്, ശരീരം കിട്ടണം, ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. തങ്ങളോട് സങ്കടം പറഞ്ഞപ്പോ തങ്ങൾ ഇങ്ങനെ കുറച്ചു സമയം മൗനിയായി. എന്നിട്ട് തങ്ങൾ ഒരു നിശ്ചിത ഭാഗത്തേക്ക് ചൂണ്ടിക്കാട്ടിയിട്ട്, ഇന്നും ദൃക്സാക്ഷികൾ ജീവിച്ചിരിപ്പുണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ജീവിച്ചിരിപ്പുണ്ട്. ആ തങ്ങൾ ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ കുളിച്ചോളൂ എന്ന്, നിങ്ങൾ അവിടെ കുളിച്ചോളൂ. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു വീട്ടിലെ കുറച്ച് ആളുകളെ ആ ഭാഗത്ത് നിന്നാണ് തങ്ങളെ കിട്ടിയത്, ഇനി അവിടെ കുഴിച്ചിട്ട് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കുഴിച്ചോളിൻ എന്ന് പറഞ്ഞിട്ട് ഒരു അല്പഭാഗത്തേക്ക് മാറി നിന്ന് ആ പ്രദേശത്തുകാർക്ക് വേണ്ടി ദുആ ചെയ്ത് ബഹുമാനപ്പെട്ട തങ്ങൾ പോയി. 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോ ആ ഭാഗത്ത് ഇങ്ങനെ കുഴിച്ച് താഴേക്ക് പോയി. 2-3 മണിക്കൂർ പിന്നിട്ടപ്പോ 1 അല്ല 2 അല്ല 3 അല്ല 4 മയ്യിത്തുകൾ ആ ഭാഗത്ത് നിന്നാണ് തെരഞ്ഞെടുത്തത്, തോണ്ടിയെടുത്തത് എന്നത് ദൃക്സാക്ഷികൾ വിവരിച്ചത് ഇന്നും രേഖയായി കിടക്കുന്നുണ്ട്. പറഞ്ഞു വന്നത്, ചില്ലറക്കാരനല്ല കപ്പിത്താൻ, ചില്ലറക്കാരനല്ല നായകൻ, അള്ളാഹുവിന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമയുടെ തർബിയത്തിന്റെ പരിലാളനയേറ്റ് ഇന്നും തങ്ങൾ ഉസ്താദ് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മളൊന്നുമല്ല ഇത് നയിക്കുന്നത്, മഹാന്മാർ, പൂർവികർ, ശൈഖുനാ ശംസുൽ ഉലമ അടക്കമുള്ള മഹത്തുക്കൾ, അവരാണ് ഈ പ്രസ്ഥാനത്തെ നയിക്കുന്നത് എന്ന് തങ്ങൾ ഉസ്താദ് പലവരും പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. ആ കൂട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു നേതാവിനെ, നമ്മുടെ അടിമകളിൽ നിന്ന് നാം യോഗ്യത നൽകിയ ആളുകൾ എന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയവരുടെ കൂട്ടത്തിൽ പറയാൻ കഴിയുന്ന ബഹുമാനപ്പെട്ട സയ്യിദന ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ, തങ്ങൾ ഉസ്താദാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. കൂടെ നിൽക്കണം, നിഷ്കളങ്കമായി നിഷ്കപടമായി കൂടെ നിൽക്കാൻ കഴിയണം. ചതിയുടെ ലാഞ്ചനകൾ, വഞ്ചനയുടെ ലാഞ്ചനങ്ങൾ എങ്ങാനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ബിദഅത്ത് കടന്നു വരുന്നു, അവരുടെ ആശയങ്ങൾ, അവരുടെ വ്യാഖ്യാനങ്ങൾ, അവരുടെ ആഖ്യാനങ്ങളൊക്കെ പല കുതന്ത്രങ്ങളിലൂടെ ഉമ്മത്തിന്റെ ഗാത്രങ്ങളിലേക്ക് കടന്നു വരാൻ പലരും അതിന് വഴിവെട്ടിക്കൊടുക്കുമ്പോ അത് കണ്ടില്ലെന്ന് നടിച്ച് നേതൃത്വത്തെ പിന്നിൽ നിന്നെങ്ങാനും വഞ്ചിക്കുന്ന സ്വഭാവം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അള്ളാഹുവിനോട് നാളെ മറുപടി പറയേണ്ടി വരും. വരാൻ പോകുന്ന ഉമ്മത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. കഴിഞ്ഞു പോയ ഇമ്മത്തുകൾ, നമ്മുടെ ഉലമാക്കൾ, ഉമറാക്കൾ, കഷ്ടപ്പെട്ടു പോയ ബഹുമാനപ്പെട്ടവർ, അവർക്കൊക്കെ മറുപടി പറയാൻ, അവരോടൊക്കെ അനീതി കാണിച്ചതിന്റെ പേരിൽ നാളെ റബ്ബിന്റെ മുൻപിൽ നമ്മൾ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പൂർവികരൊക്കെ നിന്നതുപോലെ ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ കുടുംബം, അവിടുത്തെ തർബിയത്തിന്റെ പരിലാളനയേറ്റ് വളർന്നു വന്നപ്പോഴാണ് ഈ ഉമ്മത്തിന് ഖായിദ് എന്ന സ്ഥാനത്തേക്ക് ഉയരാൻ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് കഴിഞ്ഞത്. ആ തങ്ങൾക്ക് ഉമ്മത്തിന്റെ മനസ്സിൽ അല്ലാഹു തആല ഖബൂലിയത്ത് നൽകിയത്, അവസാനം അന്ത്യവിശ്രമം കൊള്ളാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ കാലിന്റെ ചോട്ടിൽ 6 അടി മണ്ണ് അല്ലാഹു തആല നൽകിയത് ഈ പ്രസ്ഥാനമാകുന്ന അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ കോട്ടയായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുഭദ്രമായ കൊട്ടാരമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദർശാശയങ്ങൾക്കൊപ്പം ഉറച്ചു നിന്നു എന്നതിന്റെ പേരിലാണ് പുതിയ മാളിയേക്കൽ അഹമ്മദ് സയ്യിദ് പൂക്കോയ തങ്ങൾ, PMS പൂക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നത് നമുക്ക് ഓർമ്മയില്ലേ. പാണക്കാട്ട് വലിയ തങ്ങൾ അതാണ് പറഞ്ഞത്, ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കെതിരെ സമാന്തരമായി വന്ന സംഘടനകളെ, സംഘങ്ങളെ അന്ത്യനാൾ വരെ വരാനിരിക്കുന്നതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് കശ്ഫ് കറാമത്തിന്റെ ഉടമയെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന പൂക്കോയ തങ്ങൾ പറഞ്ഞത്. അഖില അകലെ എന്ന് വെച്ചാൽ സമസ്തക്ക് സമാന്തരം നിൽക്കുന്ന സകലം അകലെ. ആ വർത്തമാനം നമ്മൾ പുലരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ടവർക്ക് ശേഷം സയ്യിദ് ശിഹാബ് തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ ഉമ്മത്തിന്റെ നായക പരിവേഷത്തിലേക്ക് കടന്നു വന്നു. നമ്മൾ കണ്ടിട്ടില്ലേ, അനിവാര്യമായ എന്നാൽ വലിയ പ്രയാസമുണ്ടാക്കിയ ഒരു പിളർപ്പിന്റെ ഘട്ടത്തിൽ പോലും ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമസ്തയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഉമ്മത്തിനോട് ആഹ്വാനം ചെയ്തത്. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഒരു ഭാഗത്തെ വിശ്രുതമായ ഒരു യതീംഖാനയുടെ ജനറൽ ബോഡി നടക്കുമ്പോ അതിന്റെ പ്രസിഡന്റായ തങ്ങൾ, ആ ജില്ലയുടെ ഖാലിയായ തങ്ങൾ, ഞാൻ അതിന്റെ തൊട്ടപ്പുറത്ത് പഠിക്കുന്ന കാലമാണ്, ബഹുമാനപ്പെട്ടവർ കയറി വന്നു. കയറി വന്നപ്പോ ബിദഈ ആശയക്കാരായ പലരുമുണ്ട്. നേരെ കയറി വന്നു, ബഹുമാനപ്പെട്ട തങ്ങൾ സലാം പറഞ്ഞു. സലാം പറഞ്ഞതിന്റെ ശേഷം തന്റെ ഊഴമെത്തിയപ്പോ കയറി നിന്ന് തങ്ങൾ ആദ്യം പറഞ്ഞത്, ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്നവർ ഇരുന്നാൽ മതി, അല്ലാത്തവർക്ക് പുറത്തു പോകാം. അതാണ് ആർജവം, അതാണ് ആർജവം. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഉരുക്കു കോട്ടയുടെ കാവൽക്കാരനായിരുന്നു സയ്യിദ് ഉമർ അലി ശിഹാബ് എന്ന് നമ്മൾ ഇപ്പോഴും വലിയ ആർജവത്തോടുകൂടെ പറയുന്നത്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തും ദീനും തന്നെയായിരുന്നു
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതിനുവേണ്ടി പ്രയത്നിച്ചപ്പോ മരണം നേരത്തെ മുന്നിൽ കണ്ട് തന്റെ വീടിന്റെ മുൻവശം മുഴുവനും വൃത്തിയാക്കി ബഹുമാനപ്പെട്ട തന്റെ മരണം, തന്റെ ജനാസ കാണാൻ വരുന്ന ആളുകൾക്ക് സൗകര്യങ്ങൾ കാലെ കൂട്ടി കണ്ടറിഞ്ഞ് ഒരുക്കി കൂട്ടിവെച്ച് റജബ് 1 രാവും വെള്ളിയാഴ്ച രാവും ഒത്തുണങ്ങിയ ശുഭരാത്രിയിൽ അള്ളാഹുവിന്റെ ലിഖായിലേക്ക് പോയി. ആദരണീയനായ പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. നോക്കൂ, നമ്മൾ ആലപ്പുഴയുടെ മണ്ണിൽ നിന്ന് പറയുമ്പോൾ വല്ലാത്ത ഒരു ഊർജം ഇങ്ങനെ സിരകളിലൂടെ പടർന്നു പന്തലിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, സയ്യിദുൽ ഉമ്മ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഈ ആലപ്പുഴയുടെ മണൽത്തരികളെ സാക്ഷിയാക്കിയിട്ടല്ലേ 90ാമത് വാർഷിക ഐതിഹാസിക മഹാസമ്മേളനത്തിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാമത് വാർഷിക പ്രഖ്യാപനം നടത്തിയത്. ആ മണ്ണിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദിന്റെ ഒക്കെ സാന്നിധ്യത്തിൽ, ഇങ്ങനെ സാദാത്യങ്ങളുടെ സാന്നിധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയതിന് പോലും അൽഹംദുലില്ലാ എന്ന് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണിൽ നിന്നുകൊണ്ടല്ലേ 100ാമത്തെ വാർഷികം പ്രഖ്യാപിച്ചത്. അന്ന് നോക്കൂ നിങ്ങൾ, എത്ര ക്ഷീണിതനാണ് സയ്യിദ് അവർകൾ, എത്ര വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ദീർഘമായ യാത്ര നടത്തി ബഹുമാനപ്പെട്ടവർ ആ സംസാരിക്കുന്നതിന് വേണ്ടി മൈക്കിന്റെ മുൻപിലേക്ക് വന്നത്. അവിടെ വലിയ ആർജവത്തോടുകൂടെ തങ്ങൾ പറഞ്ഞ വാക്കോർമ്മയില്ലേ, സമസ്ത ഒന്നേ ഉള്ളൂ, ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ തക്ബീറാരവത്തോടുകൂടെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വാക്കുകളെ വിശ്വാസികളായ നാം നെഞ്ചേറ്റെടുത്തത്. അത് പുലരുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉസ്താദ് അവർകളിലൂടെ ആ ഒരു വലിയ മഹാസംഗമം ഈ നാടിനെ സാക്ഷിയാക്കി നമ്മൾ ഇവിടെ പ്രഖ്യാപിച്ച ആ സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കാൻ പോവുകയാണ്. പറഞ്ഞു വന്നത്, ഈ നേതൃത്വം വരെയും അള്ളാഹുവിന്റെ പ്രവാചകർ മുതൽ അതിനപ്പുറവും നമ്മൾ വിശുദ്ധമായ സന്ദേശത്തിന്റെ കൈമാറ്റക്കാരായിരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന നേതൃഗുണങ്ങൾ ഒത്തവർ നേതൃത്വം നൽകിയ പ്രസ്ഥാനം. ഇൻഷാ അല്ലാഹ് നമ്മളിൽ അർപ്പിതമായ കടമ ഈ ഉലമാഇന്റെ പുറകിൽ നിൽക്കലാണ്. അവരെന്താണോ തീരുമാനിക്കുന്നത്, സമസ്ത ഒരു തീരുമാനം പറഞ്ഞാൽ, സമസ്തയുടെ 40 അംഗ മുശാവറ കൂടി ഒരു തീരുമാനമെടുത്തിട്ട് ഉമ്മത്തിനോട് പറഞ്ഞാൽ അത് ഉമ്മത്തിന്റെ ഇജ്മാഅാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് വിജയമുള്ളത്. മുഹീസുന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന് ജീവിപ്പിച്ച് മരണപ്പെട്ടു പോയ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാരെ, ബഹുമാനപ്പെട്ടവരെ, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഒരു പരിപാടിക്ക് വേണ്ടി സംഘാടകർ ക്ഷണിച്ചപ്പോ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടവരായിരുന്നു. അവർ ക്ഷണിച്ചപ്പോ അങ്ങോട്ട് പോകാൻ ഏറ്റു ബഹുമാനപ്പെട്ട ഉസ്താദ് ആലുവ ത്വരീഖത്തുമായി ബന്ധപ്പെട്ട്. പിന്നെയാണ് സമസ്ത അവർക്കെതിരെ തീരുമാനമെടുക്കുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞു, ആ പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. സംഘാടകർ വന്നു, കണ്ടു, ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനോട് ചോദിക്കുന്നുണ്ട്, എന്തേ ഉസ്താദെ ഞങ്ങൾക്കുള്ള കുഴപ്പം? സ്വാഭാവിക ചോദ്യം, എന്തേ ഞങ്ങൾക്കുള്ള കുഴപ്പം? ഉസ്താദ് ആലിമാണല്ലോ, ആരിഫാണല്ലോ, കുഴപ്പങ്ങൾ എണ്ണി എണ്ണി പറയാൻ കഴിയുമായിരുന്നല്ലോ. പക്ഷേ അത്തിപ്പറ്റ ഉസ്താദ് എന്ന മഹാൻ ബഹുമാനപ്പെട്ടവർ കൂടെ വഫാത്തായ മാസത്തിലാണല്ലോ നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹുവിന്റെ മദദും ഫൈദും നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.